ഇന്നത്തെ സിനിമ വാർത്തകളിലേക്ക് ഇവർക്കും സ്വാഗതം. രജനികാന്തിന്റെ അടുത്ത മാസം ഒക്ടോബർ 10 തിയേറ്ററുകളിലേക്ക് എത്തുന്ന തമിഴ് സിനിമയാണല്ലോ വൻ താരനിര ഭാഗമാകുന്ന വേട്ടയ്യൻ. ഇന്ന് പുതിയ 2 പോസ്റ്ററുകൾ ഇറക്കിക്കൊണ്ട് സിനിമയുടെ ഓഡിയോ ലോഞ്ചും ഒപ്പം തന്നെ പ്രിവ്യൂ ഇവന്റും ഈ വരുന്ന സെപ്റ്റംബർ 20 ചെന്നൈയിൽ വെച്ച് നടക്കുമെന്ന ഒഫീഷ്യൽ കൺഫർമേഷൻ വന്നിരിക്കുകയാണ്. സിനിമയുടെ അപ്ഡേറ്റുകൾക്കായിട്ട് കാത്തിരിക്കാം. തളപതി 69ന്റെ പ്രഖ്യാപനം കഴിഞ്ഞ ദിവസമായിരുന്നല്ലോ ഒഫീഷ്യലായിട്ട് വന്നത്. വിജയ് നായകനെ എത്തുന്ന സിനിമ എച്ച് വിനോദാണ് സംവിധാനം ചെയ്യുന്നത്. അനിരുദ്ധ സംഗീതം നൽകുന്ന സിനിമ ഒക്ടോബർ 2025 വർഷം തിയേറ്ററുകളിലേക്ക് എത്തുമെന്ന ഒഫീഷ്യൽ പ്രഖ്യാപനവും വന്നു കഴിഞ്ഞിരിക്കുകയാണ്. വിജയ് ചിത്രത്തിന്റെ പ്രഖ്യാപനത്തിന് മുന്നേ ചാർട്ടിങ്ങിന് മുന്നേ തന്നെ ജയിലർ 2 എന്ന സിനിമയുടെ കൂടി റിലീസ് അടുത്ത വർഷം ഒക്ടോബർ മാസത്തിലേക്കാണ് ചാർട്ട് ചെയ്തിരിക്കുന്നത്. രജനികാന്ത് നായകനെ എത്തുന്ന സിനിമയുടെ ഷൂട്ടിങ്ങും ഇനിയും ആരംഭിക്കപ്പെട്ടിട്ടില്ല. ഇന്ത്യയിലെ മികച്ച വയലൻസ് നിറഞ്ഞ ത്രില്ലർ സിനിമയാണല്ലോ കിൽ. സിനിമയുടെ തമിഴ് റീമേക്ക് വരികയാണ്. ചിത്രത്തിൽ രാഘവ ലോറൻസ് നായകനെ എത്തുന്നു. പ്രഖ്യാപനം വന്നിരിക്കുകയാണ്. ഷൂട്ടിങ്ങും ആരംഭിക്കപ്പെട്ടിരിക്കുകയാണ്. ടൊവിനോട് ഈ വർഷം തിയേറ്ററുകളിലേക്ക് എത്താനിരിക്കുന്ന അടുത്ത വമ്പൻ സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഇന്ന് റിലീസ് ആയിരിക്കുകയാണ്. ടൊവിനോ, ത്രിഷ ഒപ്പം തന്നെ വിനയ് റായ് തുടങ്ങിയവർ അഭിനയിക്കുന്ന ചിത്രത്തിന്റെ ഈ കാണുന്ന ഫസ്റ്റ് ലുക്ക് പോസ്റ്ററാണ് ഇന്ന് റിലീസ് ചെയ്തിരിക്കുന്നത്. ഈ വർഷ അവസാനത്തോടെ സിനിമയുടെ റിലീസ് പ്രതീക്ഷിക്കുന്നു. ഈ ആഴ്ച മലയാളത്തിൽ നിന്നും ഒരു സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുന്നു. കഥ ഇന്നുവരെ എന്നാണ് സിനിമയുടെ പേര്. ബിജു മേനോൻ നായകനെ എത്തുന്ന സിനിമയുടെ ടീസർ ഇന്ന് രാവിലെ റിലീസ് ആയിരിക്കുകയാണ്. ട്രെയിലർ നാളെ സെപ്റ്റംബർ 17 റിലീസ് ചെയ്യും. ചിത്രത്തിന്റെ റിലീസിനായിട്ട് ആദ്യ അഭിപ്രായങ്ങൾ കേട്ടും കാത്തിരിക്കൂ. ഇന്ത്യയിലെ തന്നെ ഷൂട്ടിംഗ് ആരംഭിക്കാനിരിക്കുന്ന അടുത്ത വമ്പൻ സിനിമയാണല്ലോ ധൂമിന്റെ 4ാം ഭാഗം. ഷാറുഖ് ഖാൻ നായകനെ എത്തുന്ന സിനിമയിൽ ഇപ്പോഴത്തെ സൂര്യ കൂടി അഭിനയിക്കുന്നു എന്നൊരു റൂമേഴ്സാണ് ഇന്ന് വന്നിരിക്കുന്നത്. ധൂമിന്റെ 4ാം ഭാഗത്തിൽ സൂര്യ വില്ലൻ വേഷത്തിലെത്തിയേക്കും എന്നൊരു റിപ്പോർട്ട് കൂടി അന്യഭാഷാ മീഡിയാസ് പുറത്തുവിട്ടിരിക്കുകയാണ്. ഓണം പ്രമാണിച്ച് ലാലേട്ടന്റെ L360 എന്ന സിനിമയുടെ അപ്ഡേറ്റ് വരാത്തതിൽ നിരാശ പ്രകടിപ്പിച്ച ആരാധകർക്ക് മറുപടിയുമായിട്ട് തരുൺ മൂർത്തി രംഗത്തെത്തിയിരിക്കുകയാണ്. L360ന്റെ അപ്ഡേറ്റുകൾ സിനിമയുടെ ഷൂട്ടിങ്ങിന് ശേഷമേ പുറത്തുവരികയുള്ളൂ. ഫസ്റ്റ് ലുക്കും ടൈറ്റിലെല്ലാം തന്നെ പുറത്തു വരുന്നതാണ്. കഴിഞ്ഞ ദിവസം സിനിമയുടെ വാഗമൺ ഷെഡ്യൂൾ പൂർത്തിയായിരുന്നു. ഇനി 15 ദിവസത്തെ ചിത്രീകരണം കൂടി ബാക്കിയുണ്ട്. വരുമ്പോൾ ഒരുപാട് അപ്ഡേറ്റുകൾ വരും എന്നൊരു സൂചന കൂടി തരുൺ മൂർത്തി നൽകി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ കാത്തിരിക്കാം സിനിമയുടെ ഷൂട്ടിംഗ് പൂർത്തിയാകുന്നതിനായിട്ട്. കാത്തിരിക്കൂ കൂടുതൽ അപ്ഡേറ്റുകൾക്ക്.